ഇന്ത്യയോട് മുട്ടാൻ വന്ന് തിരിച്ചടി ഏറ്റുവാങ്ങിയത് മാത്രമല്ല പാകിസ്ഥാനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. ആ രാജ്യം ഒരു അസാധാരണമായ അട്ടിമറിയിലേക്ക് പോകുന്നുവെന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാനിലെ സൈനിക അട്ടിമറി. സാധാരണ ഭരണകൂടത്തെയാണ് പാകിസ്ഥാനിൽ അട്ടിമറിക്കാറുള്ളെങ്കിൽ ഇത് സൈന്യത്തിൽ തന്നെ അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീർ അദ്ദേഹത്തെ തടവിലാക്കിയിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം തന്നെ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി എന്ന സ്ഥാനം സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ജനറൽ സാഹിർ ഷംഷാദ് മിർസ. അതായത് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് തന്നെ കൃത്യമായൊരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നു. അത് പാകിസ്ഥാന്റെ ഇനിയുള്ള സൈനിക നീക്കങ്ങൾ എങ്ങനെ, അത് ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്ന് പാകിസ്ഥാന് പറയാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും പാകിസ്ഥാന് സമാധാനത്തിന്റെ പാതയിലേക്ക് പോകാൻ കഴിയുമോ എന്ന ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെയാണ് ഇമ്രാൻഖാനെ, ഇപ്പോൾ തടവിൽ കഴിയുന്ന ഇമ്രാൻഖാനെ വിട്ടയക്കണമെന്ന ഇമ്രാൻഖാൻ അനുകൂലികളുടെ ആവശ്യം അവിടെ ശക്തമായി ഉയരുന്നു. അതായത് ഏത് നിമിഷവും പാകിസ്ഥാൻ എന്ന രാജ്യം, ഭീകരവാദത്തിന് വളമിട്ട രാജ്യം, ഒരു കലാപത്തിലേക്ക് കടന്നു പോകാവുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ തിരിച്ചടി മാത്രമല്ല, പാകിസ്ഥാനിലെ സൈന്യം അവർക്കുള്ളിൽ തന്നെ തമ്മിലടിക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാനെ കൂടുതൽ കുഴപ്പത്തിലാക്കും.